ഇത് വേറെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ല, എന്റെ കുഞ്ഞിന് ഇടാനുള്ളതാ. ഓ അത് ശരി. അതെ, നമ്മൾ തമ്മിൽ പേഴ്സണൽ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ താൻ ഗർഭിണിയായ വിവരമൊന്നും എനിക്കറിയില്ലായിരുന്നു. അല്ല, എങ്ങനെ ഗർഭിണിയായത്? ആരാ കുഞ്ഞിന്റെ തന്ത? വരുൺ, എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഞാനെന്താ മറ്റുള്ളവരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുവാണോ? ഞാൻ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചാ പറഞ്ഞത്. എനിക്കും വരുണും ജനിക്കാൻ പോകുന്ന കുഞ്ഞ്. ആഹാ, അപ്പൊ ഒരിക്കലും സംഭവിക്കാത്ത കഥ എഴുതാനുള്ള മൂഡിലാണ്. സങ്കല്പങ്ങളൊക്കെ നടക്കട്ടെ. ഞാനേ എന്തായാലും പുറത്തു കടന്നോളാം. പോവില്ല വരുൺ. ഉടുപ്പ് ഇഷ്ടമല്ലെങ്കിൽ ഞാനത് മാറ്റിയെടുക്കാം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. തൽക്കാലം എനിക്ക് ഇതിനൊന്നും നേരമില്ല. നോക്കിക്കോ, അവസാനം ഞാൻ വല്ല കടുങ്ങുകയും ചെയ്യും. ചെയ്യുന്നില്ല, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പറ്റുമെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇവിടുന്ന് ആറ്റുവാശ്ശേരി പോയിട്ട് കടുക ചെയ്താൽ മതി. അല്ലാതെ വെറുതെ ഈ കേസ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ കണിമംഗലത്ത് കയറി ഇറങ്ങുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എന്ന് പറഞ്ഞ എന്നോട് ചത്തോളനല്ലേ പറഞ്ഞ? അതെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഒരു പണിയില്ലാതെ രാത്രി ഓരോ പരീക്ഷണങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുക. കഷ്ടം. എന്ത് ചെയ്താലും ഇഷ്ടപ്പെടില്ല. എന്താ ഐശ്വര്യ, ഒട്ടും പറ്റുന്നില്ലേ? ഇതെന്തായി പറയുന്ന മാലിനി? അത് പിന്നെ ഡോക്ടറിനെ വിളിക്കാനാണെന്ന് തോന്നുന്നു. ടെസ്റ്റിന്റെ റിസൾട്ടുകൾ വന്നു. എന്തോ മാരകമായ ദ്രാവകം ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഉറപ്പിക്കണമെങ്കിൽ കുറച്ച് ടെസ്റ്റുകൾ കൂടി ചെയ്യേണ്ടി വരും. സർ, ഐശ്വര്യ പ്രത്യേകിച്ച് അങ്ങനെ മരുന്നുകളൊന്നും കഴിക്കാറില്ല. ഉണ്ടോ മാലി? ഇല്ല. ഒരുപക്ഷെ അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചിരുന്നോ? മ്യൂസിക് സ്കൂളിൽ വെച്ച് ഒരു ജ്യൂസ് കുടിച്ചു. പക്ഷെ അതിൽ മറ്റൊരു പ്രശ്നം കാണാൻ സാധ്യതയില്ല. ജ്യൂസ് എടുത്തത് മാലിന്യ. ഐശ്വര്യക്കൊപ്പം ശ്യാമി അത് കുടിക്കുകയും ചെയ്തു. അപ്പോൾ അതായിരിക്കും സാധ്യതയില്ല. ഇവർക്കാണെങ്കിൽ കൃത്യമായിട്ടൊന്നും പറയാനും പറ്റുന്നില്ല. സർ, ശബ്ദം തിരിച്ചു വരില്ലേ? അതിന്റെ കണ്ടീഷൻ എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ട്രീറ്റ്മെന്റ് തുടരട്ടെ. നാളത്തെ റിസൾട്ട് കൂടി നോക്കിയിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം. ഒരുപക്ഷെ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നേക്കും. നിങ്ങൾ എന്തായാലും പേഷ്യന്റിനെ ഒന്ന് സമാധാനിപ്പിക്കും. കാര്യങ്ങൾ വളരെ പ്രശ്നമാണ്. ഐശ്വര്യ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? മാലിനി, കുറെ നേരിട്ട് ഞാൻ മാലിനി ശ്രദ്ധിക്കുന്നു. മാലിനിക്ക് എന്തോ പറയാനുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. എന്താ കാര്യം?
ഒന്നുമില്ല മാഡം. ഒരാളുടെ ആരോഗ്യനില വെച്ചാ കളിക്കുന്നത്. ഇപ്പൊ ശബ്ദത്തിന് മാത്രമേ കുഴപ്പമുള്ളൂ. നാളെ ജീവന് കൂടി പ്രശ്നമുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞാല് ഒളിച്ചു വെക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം അപകടം ഉണ്ടാക്കുമെന്നറിയോ? മാഡം അത് അല്ല, ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോ മാഡം പ്രത്യേകിച്ച് കഴിച്ചതായിട്ടൊന്നും ഓർമ്മയില്ല. പിന്നെ മാഡം തനിച്ച് ഐശ്വര്യ, നമ്മളൊക്കെ എത്ര നിഷേധിച്ചാലും ദൈവം എന്നൊരു ശക്തി മുകളിലുണ്ട്. ചിലപ്പോഴൊക്കെ ദൈവം നിശബ്ദനാകുന്ന കണ്ട് നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് പോലും ചോദ്യം ചെയ്യാനാകില്ല എന്നൊരു തോന്നലുണ്ടാവും. അത് തെറ്റാണ്. ദൈവം തീരുമാനം എടുക്കുന്ന ചില സമയങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റില്ല. മാലിന്യ, ഞാനിപ്പോ വരാം. ഡോക്ടർ ഒന്നുകൂടി കാണട്ടെ. ആ മാഡം രക്ഷപ്പെടണമെങ്കിൽ ചിലപ്പോൾ കഴിച്ചത് എന്താന്ന് പറയേണ്ടി വരും. അപ്പൊ പിന്നെ എല്ലാ കാലത്തും ഇങ്ങനെ ശബ്ദം ഇല്ലാതിരിക്കാന്നാണോ?